മുൻ സർക്കാർ നടപ്പിലാക്കാതെ മരവിപ്പിച്ച PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം P. പ്രസാദ് അവതരിപ്പിച്ച പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ വിട്ടതാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. 2026 മെയ് 8 നടപ്പിലാക്കിയിട്ടില്ല ഈ കേരളത്തിൽ. എന്തിനാണ് ശ്രീ ഷംസുദ്ദീൻ PM-ശ്രീയുടെ അംബാസഡറായിട്ട് സർ മുൻ ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് ഈ UDF സർക്കാരിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് എത്രയോ തെറ്റായ ഒരു വാദഗതിയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ഗൗരവതരമായ പ്രശ്നം സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തു വെച്ചു. നിങ്ങളൊരു പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് തലയൂരാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ അങ്ങനെ ഒരു കേസും കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെന്ന് നിന്നു കൊടുത്തു. അതായത് കേന്ദ്രത്തിന് മാത്രം പിൻവലിക്കാവുന്ന ഒരു കരാറ്, കേന്ദ്രം മാത്രം വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാ മേൽക്കൈയും കേന്ദ്രത്തിനുള്ളത്. ഇന്ന് പറഞ്ഞതിന്റെ ഒരംശം ആ കരാറുണ്ടാക്കുമ്പോൾ ശ്രീ പ്രസാദിന്റെ പാർട്ടിയോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്.